பல பழக்கிற பாலா வழிய வைக்கிற கீதா கிழிய வைக்கிற கேட்டி கேட்டா கதையலக்கிற கேப்பா என்ன வெடிக்கிற தீட்டா ஒதுங்கி நிக்கிற ஊசு பேத்தி ഹൈ വോൾട്ടേജ് ഫണ്ടിൽ ഫുള്ളി റീചാർജ് ആവാനായിട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. സോ ദിസ് ഈസ് സീ കേരളം സൂപ്പർ ഷോ. Welcome everyone, and now you are watching IHNA Australia and Power Up Cook Off Smart Curry Powder Sea Kerala Super Show, co-presented by Sunfeast Bosses, co-powered by Indian Institute of Commerce Lakshya and Dojala Crisp and Shine. Our ice cream partner Camry Ice Cream, special partners Kia Ceros, Ecosta UPVC Rain Gutters, Cardia Coconut Oil and energy partner Suntips Tea. Welcome. നമ്മുടെ സൂപ്പർ ഷോയില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ട് പോകുന്നുണ്ട്. ഒരു സൂപ്പർ പവർ നമ്മളിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ ഇല്ലയോ? സമ്മതിക്കാനുള്ള കാരണം പവർ നമ്മളിലേക്ക് എത്തുന്നുണ്ട്. ഏറ്റവും അധികം ആളുകൾ റിക്വസ്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് C5 ആപ്പിൽ മാത്രമേ നമ്മുടെ എപ്പിസോഡ്സ് കാണാൻ പറ്റുള്ളൂ. അപ്പോ അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക, നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. കുറെ പേര് പറഞ്ഞു ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഓരോ വേർഡിനെയും റെസ്പെക്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ വി ആർ ഓപ്പൺ. നിങ്ങൾക്ക് നമ്മുടെ എപ്പിസോഡ്സ് ഇനി മുതൽ യൂട്യൂബിലും നമ്മുടെ സൂപ്പർ ഷോ ZTV ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ആൻഡ് കമന്റ്സ്, നല്ല കമന്റ്സ് ചൂടോടുകൂടി നിങ്ങൾ ഇട്ടോളൂ, ഞങ്ങൾ വാങ്ങിച്ചോളാം. ഓക്കെ, സോ ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാക്ക് സ്റ്റേജിൽ വെച്ചിട്ട് ഇങ്ങനെ കളരിപ്പയറ്റ് പോലെയാണല്ലോ രണ്ടുപേരും കൂടെ കോർത്തോണ്ടിരിക്കുന്നത്. തീർച്ചയായും ഞങ്ങൾ തമ്മിൽ പേഴ്സണലി വൈരാഗ്യമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ശത്രുക്കളാണ്. കാരണം അത് ഇവിടുത്തെ ഫോർമാറ്റ് അങ്ങനെയാണല്ലോ. ഇന്ന് ഞാനൊരു വലിയൊരു അംഗത്തട്ടിലാണ് നിൽക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രോഗ്രാമുമായിട്ടാണ് ഞാൻ വന്നത്. ശരി, നല്ല പവറോടുള്ള. അതെ. ഓക്കെ, അപ്പൊ സൂപ്പർ ഷോ ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇത് സീ കേരളം സൂപ്പർ ഷോ. യോ, എല്ലാം സെറ്റല്ലേ? ചേച്ചി ഒന്നും പേടിക്കണ്ട, ഒക്കെ സെറ്റാണ്. അതെ, ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അവരോടൊന്ന് സംസാരിച്ചിട്ട് വരാം. നമസ്കാരം രവി ചേച്ചി. ഞങ്ങൾ നിലാലംബറിൽ ഞങ്ങൾ പാവപ്പെട്ട സ്ത്രീകൾ നടത്തുന്ന ഒരു വനിതാ ഹോട്ടലാണിത്. പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ചേർന്ന് നടത്തുന്ന ആദ്യത്തെ പ്രസ്ഥാനമൊന്നും അല്ല. ഞങ്ങൾ കുറെ സംരംഭങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത്. പിന്നെ ഞങ്ങളുടെ മൂന്നുപേരുടെ കഴിവുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ തുടങ്ങിയതെല്ലാം പൊളിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താ? നമ്മൾ ഈ സാധാരണ ഹോട്ടലില് ഈ ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മമ്മൂട്ടിയല്ലേ പറയുന്നേ നന്ദിയുണ്ടേ. പക്ഷെ ഇവിടെ മമ്മൂട്ടി സാറല്ല, ഇവിടെ ദുൽഖർ സൽമാനാ പറയുന്നത്. എന്റെ അഭിപ്രായത്തിലേ നമുക്ക് ഇവിടെ ഒരു ബോർഡ് വെക്കാം. മെനു ഒക്കെ എഴുതിയിട്ട് ഞാൻ അടിപൊളി എഴുതും. അയ്യോ, ഇവിടെ കൊണ്ട് എഴുതിക്കല്ലേ. തന്തൂരി ചിക്കൻ എഴുതാനെന്ന് പറഞ്ഞപ്പം നമ്പൂരി ചിക്കൻ എഴുതിയാണ് മെനു കാർഡ് നന്നായിരിക്കും. അപ്പൊ നിങ്ങളെ അനുഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം. നമുക്ക് ആദ്യം തന്നെ ഈശ്വര പ്രാർത്ഥന. അഖിലാണ്ട മണ്ഡല മണിച്ചുയർക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി ഒന്നിച്ച് രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ ഓമനകൾ കാടിഞ്ഞ കിങ്ങിണികൾ താളത്തിലാടി മന്ദാര കൊമ്പത്തോരു ഊഞ്ഞാലിലാടി ഒന്നിച്ച് രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ ഓമനകൾ കാടിഞ്ഞ കിങ്ങിണികൾ. എന്റെ മുരുക, ഇത് എന്തുവാ രണ്ടെണ്ണോടെ കാണിക്കുന്നേ? നമ്മളെ തന്നെ മടൻ മണാലിക്ക് ടൂറുമല്ല, ഐശ്വര്യമായിട്ടൊരു ബിസിനസ് തുടങ്ങുകയാണ്. വായിക്ക് രുചിയുള്ളത് വല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ സെറ്റ് കഴിച്ചോ. കടുക് മൂത്തിട്ടില്ല. അയ്യോ ചേച്ചിയല്ലേ എന്നോട് കാലത്ത് പറഞ്ഞ അധികം മൂപ്പിക്കല്ലേ. അത് നിന്റെ ഷോ കണ്ടിട്ട് നിന്നോടാ ഞാൻ പറഞ്ഞു ഒരുപാട് അല്ലാതെ കടുകിനോടല്ല. അടുത്തേക്ക് ശരിയാക്കാം, പോട്ടെ. എടി നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നേ സാറ് കൊടയില്ലാതെ വരുന്നുണ്ട് ചായ കുടിക്കാൻ. കൊടയില്ലാതാണ്, അപ്പൊ ഇന്ന് മഴ പെയ്യും. എന്തോ വലുത് വരാണ്ടിരിക്കുന്നു. നമസ്കാരം. കാലാവസ്ഥ ഇന്ന് പൊതുവെ മേഘാവൃതമായതുകൊണ്ട് എനിക്കൊരു ചായ പ്രതീക്ഷിക്കാം. ചായയുടെ കൂടെ മിതമായോ ലഘുവായോ വല്ല കടിയുമാവാം. ഉപ്പുമാവാണെങ്കിൽ അവിടിവിടെയായി പഞ്ചസാര വിതറിയിരിക്കണം. ഉപ്പുമാവിന്റെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പച്ചമുളകോ കറിവേപ്പിലയോ ചായയിൽ വലിയ ഗണ്യമായ മാറ്റമുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പ്രധാന അറിയിപ്പ്.
സാറ് പറയുന്നത് പോലെ ഇവിടെ പാചകം ചെയ്യുകയാണെങ്കിൽ സാറിന്റെ വയറ്റിൽ ഇടിയോട് കൂടിയ മഴയും മഴയോട് കൂടിയ ഇടിയും ചിലപ്പോൾ പ്രളയം വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി തരും, താങ്കൾ അത് കഴിച്ചിട്ട് പോകണം. അപ്പോൾ എന്തല്ലേ ഇവിടെ എന്താ ഞാനുള്ളതുകൊണ്ട് ഞാൻ എടുത്തിട്ട് വരാം. അതെ, ഇല്ല പ്ലേറ്റിൽ കഴിച്ചോളൂ. ഹലോ, ആ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇപ്പഴോ? ആ ശരി 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 ആ ശരി. എടി, അവളെ പെണ്ണ് കാണാൻ വേണ്ടിട്ട് ചെറുക്കനും കൂട്ടരും വരുന്നെന്ന് പറഞ്ഞില്ലേ? അവരിങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഇങ്ങോട്ടോ? ചെറുക്കനാണെങ്കിൽ സീരിയൽ നടനാ. ആണോ? വീട്ടിൽ വന്ന് കാണാനുള്ള സമയമില്ല. ഇവിടെ വരിക, കാണുക, പോവാ. ചേച്ചി, ഞങ്ങൾ എത്തി. ആ, കിണർ ചെയ്യാൻ വന്നവരല്ലേ? കിണർ അങ്ങ് പുറകിലാണ്. ഓക്കെ, വാ. അയ്യോ ചേച്ചി, ഞങ്ങള് കിണർ ചെയ്യാൻ വന്നവരല്ല, പിന്നെ നമ്മള് പെണ്ണ് കാണാൻ വന്നവരാ. നമസ്കാരം നമസ്കാരം നമസ്കാരം. ഞാനാണ് കേട്ടോ ബ്രോക്കർ പച്ചാളം ബാസി. ഹായ് ഹായ്. മുടി പറപ്പിക്കില്ല, ഭക്ഷണം കഴിക്കുന്ന കണ്ടില്ലേ? സോറി. ഹായ് ഹായ്. ഇവനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, മനസ്സിലായില്ല. മനസ്സിലായില്ലേ? ഇവൻ ഭയങ്കര സീരിയൽ നടനല്ലേ? കോളേജ് കുമാരിമാരികളെയും വീട്ടമ്മമാരെയും ഉറക്കം കെടുത്തുന്ന സീരിയൽ താരമല്ലേ ഇവൻ? എന്റെ പേര് രോഹിത് കൃഷ്ണൻ. നല്ല പേരാണല്ലോ. അതെ, സീരിയലിന്റെ പേര്. യഥാർത്ഥ പേര് കണ്ണാപ്പി. പെണ്ണിനെ വിളിക്കാൻ പറ, എനിക്ക് നാണം പറഞ്ഞു. കൊച്ചു കള്ളൻ. നമുക്ക് പെണ്ണിനെ വിളിച്ചാലോ? പെണ്ണിനെ വിളിക്കാം. ഓക്കെ. കാലാവസ്ഥ സാറേ അങ്ങോട്ട് നീങ്ങിയിരിക്കണേ. അങ്ങോട്ട് മാറിക്കോ. മോളെ, അവരിങ്ങ് എത്തി. ചായയുമായി വരൂ. ചായ മാത്രം മതി, കടി വല്ലതും വേണോ? പോയാലോ? പെണ്ണ് കാണാൻ വന്നവരോ? ഒരു മിനിറ്റ്, ചായ കഴിഞ്ഞു. പോവാ, വരട്ടെ, അവിടെ ഇരി. ഇതിനൊന്നും കട്ടല്ല കേട്ടോ. ചേട്ടായി, ചായ. എന്താ ചൂട്? എനിക്കില്ലേ? ഹായ് ഹായ്. ഇതാ മുടി പറപ്പിച്ച തന്നെ മോന്ത അടിച്ച് മേഘാവ് നോക്കും ഞാൻ. എടാ, തനിക്ക് അപ്പുറം പോയി കഴിച്ചാ പോരെ? തനിക്ക് മുടി വെട്ടിക്കൂടോ? മുടി ആദ്യം വളർത്തിയത് ഞാനാണ്. ഇവിടെ ആദ്യം വന്നത് ഞാനാണ്. ഹായ് ഹായ്. ഇവനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഈ സീരിയൽ നടനാ. എന്റെ പേര് രോഹിത് കൃഷ്ണൻ. യഥാർത്ഥ പേര് നാപ്പി രോഹിത് കൃഷ്ണൻ. എന്ത് ചെയ്യുന്നു? അത് പറഞ്ഞ സീരിയൽ നടനാ. സീരിയൽ നടനോ? ഏത് സീരിയലുള്ളേ? അത് 6 മണി തൊട്ട് 6:30 വരെ സീരിയലില്ലേ? അതിനകത്തുണ്ടോ? അല്ല, അങ്ങനെ ഒരു സീരിയൽ ഉണ്ട്, അതിന്റെ അകത്തില്ല. 7 മണി തൊട്ട് 7:30 വരെ ഒരു സീരിയൽ ഇല്ലേ? കാണാറുണ്ട്. അതില് അല്ല, അതിലും അല്ല. 7:30 തൊട്ട് 8 മണി വരെ ഒരു സീരിയൽ ഇല്ലേ? അയ്യോ, ഞാൻ കാണുന്നുണ്ട്. അതിനകത്ത് എന്തായിട്ടാ? എല്ലാ സീരിയലും കാണുന്നുണ്ടോ? അതാ മോശമാണ് കേട്ടോ. നീ വല്ല ന്യൂസിലെങ്കിലും ഉണ്ടോടെ? വൈകാതെ വരും. പിന്നെ എന്റെ ഒരു പുതിയ സീരിയൽ ഇറങ്ങുന്നുണ്ട്, അമ്മ അറിയാതെ. എന്താ അമ്മ അറിഞ്ഞ വഴക്ക് പറയോ? അയ്യോ, അതല്ല സീരിയലിന്റെ പേര്. അതാ ആദ്യം ഇവനറിയട്ടെ, പിന്നല്ലേ അമ്മ അറിയുന്നത്. അപ്പൊ എല്ലാരും തീർച്ചയായും കാണണം. എന്റെ ഒരു പുതിയ സീരിയലാണ്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, ഞാനിന്ന് രാത്രി നിങ്ങളുടെ സ്വീകരണ മുറിയിൽ വരും. അടിച്ചതിന്റെ പല്ല് ഞാൻ താഴെ ഇടും. വരുവാണെങ്കിൽ നീ ഒറ്റയ്ക്ക് വന്നാ ഇവരെ കൂട്ടരുത്. അയ്യോ, അതല്ല ടെലികാസ്റ്റ് ഉണ്ടെന്ന്. അങ്ങനെ ഇപ്പൊ എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. ഭക്ഷണം കഴിക്കുമ്പോ പുറത്തു പോയതെന്ന് അറിഞ്ഞൂടെ? അവിടെ കഴിക്കുന്ന കണ്ടിട്ട് ഇതുവരെ ആഹാരം കാണാത്ത പോലട്ടല്ലേ? അതെ അതെ. ചെക്കനെ ഇഷ്ടായോ? സീരിയൽ നടനല്ലേ, എനിക്കിഷ്ടായി. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണം നടത്താം. നിന്നോട് പ്രത്യേകിച്ച് ചോദിക്കണ്ടല്ലോ പെണ്ണിനെ ഇഷ്ടപ്പെട്ടോന്ന്. നിനക്ക് ലോകത്തിലെ എല്ലാ പെണ്ണുങ്ങളും ഇഷ്ടമല്ലേ? ചെറുക്കന് പെണ്ണിനെ ഇഷ്ടമായി, പെണ്ണിനും ചെറുക്കനെ ഇഷ്ടമായി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അവിടെ ഇരിക്കണോ? ഓക്കെ സാർ. ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങോട്ട് ഇറങ്ങാണ്. നമ്മളങ്ങോട്ട് അതെ, ഒരു നിമിഷം നിക്കണേ. ജാതകം തരാനായിരിക്കും.
ഇതെന്ത് ജാതകം ഒറ്റ പേപ്പർ ഒതുക്കിയ? അയ്യോ ഇത് ജാതകമല്ല, ഇപ്പൊ നിങ്ങൾ കഴിച്ചതിന്റെ ബില്ല്. 2 ചായ, 3 വട, 4 ലഡു, 5 ജിലേബി, പിന്നെ 1/2 കവർ മിച്ചർ. പിന്നെ കാശ് തന്നിട്ട് പോയാ മതി. എന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല. എന്റെ കയ്യിൽ പൈസ ഇല്ല. നമ്മള് ബന്ധുക്കളാവുമ്പോ വെറുതെ എന്തിനാ പൈസ ഒക്കെ ബുദ്ധിമുട്ട്. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്, അതിനു മുമ്പേ കാശ് അടച്ചിട്ട് ഇവിടുന്ന് പോയാ മതി. ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? പറഞ്ഞു. അരി ആട്ടാനും വിറക് കീറാനും പാത്രം കഴുകാനും ഒരു സീരിയൽ നടന്ന വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. എടാ നമ്മൾ രക്ഷപ്പെട്ടിടാ. ആണാ? ഹായ് ഹായ്. ഹായ് ഹായ്. അടിപൊളി അല്ലേ? ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ശരി, ആദ്യം കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്തേ. നിങ്ങളുടെ പേരൊക്കെ ഒന്ന് പറയോ? ഏത് ക്ലാസ്സിലാ പഠിക്കണേ? നക്ഷത്ര 8ലാണ് പഠിക്കുന്നത്. നക്ഷത്ര, അതിൽ നക്ഷത്രം ഉണ്ട്. വെറുതെ എത്ര അടിപൊളിയായിട്ട് പെർഫോം ചെയ്തത്. ഓക്കെ. ഞാൻ ബാലാമണി. ബാലാമണി, അവിടെ ബാലാമണി നിൽക്കുന്നുണ്ട്. വെറുതെ അല്ല. 9th-ലാണ് പഠിക്കുന്നത്. 9th പഠിക്കണോ മോള്? ഞാൻ തീർത്ത 8ൽ പഠിക്കും. 8th പഠിക്കണോ? ഞാൻ ലക്ഷ്മി നക്ഷത്ര 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ മാധവ് 9th പഠിക്കുന്നു. ടീമിന്റെ ക്യാപ്റ്റൻസ് പ്ലീസ് കം ഫോർവേഡ്. നിരഞ്ജൻ 5ൽ പഠിക്കുന്നു. റബ്ബർ പാലാടാ കുടിക്കണേ? അതെ, സുരാജേട്ടൻ ചോദിക്കണു റബ്ബർ പാലാണോ കുടിക്കണേന്ന്. അല്ല, ആട്ടുംപാല്. അയ്യോ, വീട്ടിൽ ആടുണ്ടോ? ഇല്ല, പിന്നെ നമ്മൾ ഉണ്ടാക്കും. എങ്ങനെ ഉണ്ടാക്കും? അതൊക്കെ അങ്ങനെയാ. അതൊക്കെ അങ്ങനെ എന്ത് ചോദിച്ചാലും മറുപടി. കവറുപാല് മേടിച്ചിട്ട് 2 ആട്ടാട്ടും. കവറുപാല് മേടിച്ചിട്ട് 2 ആട്ടാട്ടും. കവറുപാല് മേടിച്ചിട്ട് 2 ആട്ടാട്ടും. അത് കലക്കി. നല്ല ഉഗ്രൻ തഗ്ഗായിരുന്നു അല്ലേ? ശരി, ഇനി നമ്മളിലേക്ക് വരാം. നമ്മളുടെ പേര് പറയൂ. അല്ല, ചക്കരയുടെ പേര് കേട്ടില്ല. നിരഞ്ജൻ. 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 അയ്യോ, നിരഞ്ജൻ എവിടെ വീട്? കാസർഗോഡ്. കാസർഗോഡ് നിന്നാണോ വരണേ? എടാ കാസർഗോഡ് സ്ലാങ് സംസാരിച്ചേ. നിങ്ങൾ എവിടെ പോയിനി? നിങ്ങൾ എവിടെ പോയിനി? നമ്മ ഇവിടെ ഉണ്ട്. ആ, ഇവിടെ വന്നിനി. ഇവിടെ വന്നിനാ? ആ നമ്മ അടുത്തേക്ക് പോയിട്ടുണ്ടായിന്. എവിടെ പോയിന്? നമ്മ അങ്ങാടാ. ആ. ചോറ് കഴിച്ചിനാ? ചോറ് നമ്മ തിന്നാ? ചോറ് കഴിച്ചു. കഴിച്ചു. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് നീ? സൂപ്പർ ആയിനി. ഇഷ്ടായിനി? ഇഷ്ടായിനി. ഇഷ്ടായിനി. ഇനി നമ്മുടെ ബുൾഗാൻ അല്ലേ? ആ ബുൾഗാൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ ഗാന്റെ പേര് പറയൂ. എന്റെ പേര് ആര്യദത്തൻ. ആര്യദത്താ സീരിയലിനടാ പൊളിച്ചടാ. കാലാവസ്ഥാ നിരീക്ഷകൻ. ആ ക്യാരക്ടർ പിടിച്ച് അങ്ങ് ഇരുന്നു പുള്ളി. ഭയങ്കര രസമായിരുന്നു. അതുപോലെ തന്നെ 3 പെൺകുട്ടികളും എന്റെ മക്കളെ സൂപ്പർ ആയിരുന്നു. 3 പേരും പൊളിച്ചു കേട്ടോ. നിങ്ങൾ ഇതിനു മുമ്പ് സ്റ്റേജിൽ കയറിയിട്ടുണ്ടോ? അയ്യോ, ഇവരുടെ ചരിത്രം അറിയില്ലാന്ന് തോന്നുന്നു. സി കേരളത്തിലെ ഡ്രാമ ജൂനിയേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിലെ താരങ്ങളാണ് ഈ നിൽക്കുന്നത് എല്ലാം. സൂപ്പർ ഷോനെ പറ്റിട്ട് നിമിഷത്തില് ഒരു കവിത ഉണ്ടാക്കൂ. നമസ്കാരം. നമസ്കാരം. നിരഞ്ജൻ, ഗായകൻ. സൂപ്പർ ഷോ. സൂപ്പർ ഷോ. സൂപ്പർ ഷോ പൊളിയാണ്. ഹൊയ്യ ഹൊയ്യ ഹൊയ്യ. സൂപ്പർ ഷോ പൊളിയാണ്. ഹൊയ്യ ഹൊയ്യ ഹൊയ്യ. സൂപ്പർ ഷോ തീപ്പൊരിയാണ്. ഹൊയ്യ ഹൊയ്യ ഹൊയ്യ. ഹലോ, ഒരു കാര്യം ഇപ്പൊ മനസ്സിലായി. ഈ ബിനീഷ് ബാസിന് പാട്ട് എഴുതി കൊടുക്കാറുണ്ടോ? ഇപ്പൊ പറയണേ. നീ ബിനീഷിനെ പറഞ്ഞു വിട്ടാ മതി. അതാ പറഞ്ഞേ, ബിനീഷ് ബാസിന് പാട്ട് എഴുതി കൊടുക്കുന്ന ഇവനാണ്. കള്ളകളെല്ലാം പൊളിഞ്ഞടങ്ങി. ടീമിന്റെ പിന്നിൽ ഒരു പ്രൊഫഷണൽ ഉണ്ട് എന്ന് പറയാറുണ്ട്. നീ ബിനീഷിനെ പറഞ്ഞു വിട്ടാ മതി. ടീമേ, ഞാൻ അറിയൂല. മനസ്സിലായി. പെർഫോമൻസ് തീരുന്നില്ല.